യുവരാജ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചിന്മയി കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, ജയിലിൽ കഴിയുക. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയിട്ടും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിൽ അതിക്രമങ്ങൾ ആവർത്തിക്കുകയാണ്. യുവരാജ്, എന്താണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള പോംവഴി? അല്ല, പ്രശ്ന പരിഹാരത്തിനുള്ള പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ട് ഈ ഡയറക്റ്റ് ആക്ഷൻ ഡേ കൽക്കട്ടയിൽ നടക്കുന്ന ഒരു സമയത്താണെന്ന് തോന്നുന്നു, മഹാത്മാഗാന്ധിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. മഹാത്മാഗാന്ധി ആ സമയത്താണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും, ഇവിടെ പറ്റില്ല ചിലർക്കെതിരായിട്ട് അത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലിരിക്കുന്ന നിലവിലുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് വന്ന ഒരു ഗവൺമെൻറ് അല്ല. അവർ പിൻവാതിലിലൂടെ, കൃത്യമായി അങ്ങനെ തന്നെ പറയണം, പിൻവാതിലിലൂടെ ഓട് പൊളിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് ബംഗ്ലാദേശിലുള്ള നിലവിലുള്ള മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. അത് എങ്ങനെയാണ് അവർ ഓട് പൊളിച്ച് അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയിലെ ജനാധിപത്യം വലിയ അപകടത്തിലാണ്, അതുകൊണ്ട് ഇന്ത്യയെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്, നരേന്ദ്രമോദിയെ തകർത്തുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ ജനാധിപത്യം രക്ഷിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച ജോർജ് സോറോസിൻ്റെ ഒരു പപ്പറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് നിലവിൽ ബംഗ്ലാദേശിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളോ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ വാല്യൂസോ ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും അവർക്കില്ല എന്നുള്ളതാണ്. അവരാരോടും ആൻസറബിൾ അല്ല, അവരാരോടും റെസ്പോൺസിബിളും അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് കാര്യമൊന്നുമില്ല. കാരണം അവരെ ആരാണോ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അവരോട് മാത്രമാണ് അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അവരോട് മാത്രമാണ് അവർക്ക് ഉത്തരവാദിത്വവും ഉള്ളത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റിന്റെ പ്രഖ്യാപിത നയമാണ്. അപ്പോൾ അത് അവർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇത്തരത്തിലുള്ള ചില പപ്പറ്റ് സർക്കാരുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായും അയൽ രാജ്യത്തിരുന്നു കൊണ്ട് മുഹമ്മദ് യൂനിസിനെ പോലുള്ള ഒരു പപ്പറ്റ് പ്രധാനമന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ട് അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് ഒരു വശത്താണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രകോപിപ്പിക്കുക? അതുവരെയും ഈ പറയുന്ന മത തീവ്രവാദ ശക്തികൾ ഇതിനു മുമ്പും ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അവരെ കൃത്യമായും നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ അടക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അവരെ കയറൂരി വിടുക എന്നുള്ളതാണ്. അവരെ പ്രത്യേകം പറഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് അവരെ കയറൂരി വിടുക എന്നുള്ളതാണ്. അവർക്കറിയാവുന്ന പണിയുമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ബംഗാളിൽ അവർ കണ്ണിൽ കാണുന്ന ഹിന്ദുക്കളെ, ഹിന്ദു ക്ഷേത്രങ്ങളെ, ഹിന്ദു നേതാക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നു, ആക്രമിക്കുന്നു, കൊല്ലുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. നൂറുകണക്കിന് കഥകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മറ്റൊരു ശബ്ദമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം. ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരിട്ട് ഇപ്പം നോക്കൂ, ഏതെങ്കിലുമൊക്കെ ഒരു സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യനെതിരെ പ്രശ്നമുണ്ടായി എന്നുള്ള നിലയിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശബ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അയാളൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്നുള്ള നിലയിൽ ശബ്ദിക്കുന്ന വേറെ ചിലരും ഉണ്ടാവും. പക്ഷേ നിലവില് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ട് ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷം നിശബ്ദമാണ്, കേരളത്തിലെ UDF നിശബ്ദമാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം നിശബ്ദമാണ്. അവർക്കാർക്കും സംസാരിക്കുവാൻ വേണ്ടിയിട്ടോ ശബ്ദം ഉയർത്തുവാനോ താല്പര്യമില്ല. കാരണം ആ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയാൽ അത് ആർക്കെതിരെ ശബ്ദം ഉയർത്തുന്നു എന്നുള്ള വിഷയം കൊണ്ട് മാത്രം പൊളിറ്റിക്കലി അവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അത് തൊട്ടപ്പുറത്തെ ബംഗ്ലാദേശിലെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടില് ഭാരതത്തിന്റെ അകത്ത് വെസ്റ്റ് ബംഗാളിനകത്ത് 500-ലധികം കുടുംബങ്ങൾ പലായനം ചെയ്യുന്ന സാഹചര്യം മുർഷിദാബാദിൽ ഉണ്ടായപ്പോഴും ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളൊന്നും കമാ എന്നിവിടെ മിണ്ടിയിട്ടില്ല. ഇസ്രായേലില് ഹമാസ് എന്ന് പറയുന്ന ലോകം ഭീകരവാദികളായി മുദ്രകുത്തിയ ആൾക്കാർക്കെതിരായിട്ട് നടപടി ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ ഒഴുകിയ കണ്ണീർ എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ബിൻ ലാദനെ രക്തസാക്ഷി പരിവേഷം നൽകി കവിത എഴുതപ്പെട്ട നാടാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ തൊട്ടയൽ രാജ്യത്ത്
ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്രയും കൊടിയമായ ആക്രമണം നടക്കുന്ന സമയത്ത് സൂചി കുത്തിയാൽ അല്ലെങ്കിൽ സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയരുന്നത് എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് ഒട്ടും നമ്മളെ ഞെട്ടിക്കുന്നതോ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതോ ഒന്നുമല്ല നിശബ്ദത എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങേയറ്റം അപലപനീയമാണ് ആ നിശബ്ദത എന്ന് പറയുന്നത്.